വരാം. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ബാധിക്കുന്ന നിരവധി ഭരണരംഗത്തുള്ള വൻതോതിലുള്ള അഴിമതികളെ പറ്റിയും കൊള്ളകളെ പറ്റിയുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റിയുമാണ് അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് സാമൂഹ്യ വിരുദ്ധന്മാരുടെയും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും ഒക്കെ താവളമായി മാറുന്നു എന്ന് പറയുന്നത് എത്ര ഗൌരവമുള്ള കാര്യമാണ്. മാഫിയകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ലേ? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണം ഇതെല്ലാം വളരെ ഗൌരവതരമായ കാര്യങ്ങളാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കേരളത്തിലെ എല്ലാ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അവിടെ നിന്നാണ് എല്ലാ മാഫിയ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഒരു ഭരണകക്ഷി MLA ആയ അൻവർ പറഞ്ഞിട്ടും ഇതുവരെ മറുപടി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പാർട്ടി അണികളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പറഞ്ഞ കാര്യങ്ങളെ തമസ്കരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല? അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ വാക്കിൽ തള്ളിപ്പറഞ്ഞു എന്നുള്ളതല്ലാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായും ADGP ലോ ആൻഡ് ഓർഡറിനെതിരായും അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിക്ക് എന്തായാലും പ്രതിപക്ഷം ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത് ഈ വിഷയത്തിൽ, അൻവറിന്റെ വിഷയത്തിൽ എന്നുള്ളതാണ്. മറുപടി പറയാൻ തയ്യാറാകുന്നില്ല പല വിഷയങ്ങളിലും എന്ന് പറയുന്നു. CB അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്,